ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു കഥ പഠിക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് എന്നെ പരിചയപ്പെടണ്ടേ? എൻ്റെ പേര് മിക്കി. അപ്പോൾ നമ്മൾ ഇന്നൊരു കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ നടക്കുന്ന കഥയാണ് കേട്ടോ. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ് റൂമിൽ ഭയങ്കര ബഹളം. അപ്പോൾ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ ഈ ക്ലാസ് റൂമിലേക്ക് വന്നു. അപ്പോൾ ഒരു കുട്ടിയാണ് വലിയ ബഹളം, ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്ന അവനാണ്. അപ്പോൾ അവനെ ഒന്ന് ഒതുക്കിയിരുത്തിയാൽ പിന്നെ ക്ലാസ്സിലൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ടീച്ചറിനൊരു ബുദ്ധി തോന്നി. ടീച്ചർ ഇങ്ങനെ നോക്കിയപ്പോൾ ക്ലാസ് റൂമിൽ ഒരു വലിയ ഭൂപടം കിടക്കുന്നു, ഒരു വലിയ മാപ്പ്, ലോകത്തിൻ്റെ ഒരു മാപ്പ്. അപ്പോൾ ഈ മാപ്പിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയായിട്ട് ചെറിയ പിന്നെ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മാപ്പിനെ ഒരുപാട് കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറി ടീച്ചർ തറയിലിട്ടു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, നീ വന്ന് ഇത് ശരിയാക്കണം, ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അവനൊരു ജോലി ഏൽപ്പിച്ചിട്ട് ടീച്ചർ തൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ പോയി ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വന്നു. ടീച്ചറിനറിയാം ഈ കുട്ടി വലിയ പഠിക്കാനൊന്നും മിടുക്കനൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇത് നേരെയാക്കി എടുക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ടീച്ചറിന് ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ജോലി കൊടുത്തിട്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി പഠിപ്പിച്ചുകൊണ്ട് നിന്നു. പക്ഷേ 10 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പേ ക്ലാസ്സിൽ വീണ്ടും അതേ ബഹളം. ടീച്ചർ വീണ്ടും ദേഷ്യത്തിൽ ഇവിടെ വന്നു. നോക്കിയപ്പോൾ അതേ കുട്ടി അവൻ്റെ ചെവിക്ക് ഒരു കിഴുക്കും കൊടുത്തിട്ട് അവനെ ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച ജോലി എന്തെടാ നീ ചെയ്യാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ ഞാനത് എപ്പോഴേ ചെയ്തു കഴിഞ്ഞു. നീ ഇത്രയ്ക്ക് മിടുക്കനാണോ? നിനക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ആഫ്രിക്ക എവിടെയെന്നും അറിയില്ല, എനിക്ക് അമേരിക്ക എവിടെയെന്നും അറിയില്ല, എനിക്ക് അന്റാർട്ടിക്ക എവിടെയെന്നും അറിയില്ല, പിന്നെ നീ ഇതെങ്ങനെ ശരിയാക്കി? ടീച്ചറെ, ഈ ടീച്ചർ കീറിയിട്ട മാപ്പിൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ്റെ പടമുണ്ടായിരുന്നു. അവൻ്റെ കൈയും കാലും എവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം, അവൻ്റെ മുഖം എവിടെ വയ്ക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ പേപ്പറുകളെല്ലാം തിരിച്ചിട്ടിട്ട് ആ മനുഷ്യനെ ശരിയായ രീതിയിൽ അടുക്കി വെച്ചു. അവൻ്റെ രൂപം പൂർണ്ണമായപ്പോൾ ടീച്ചർ തന്ന ടേപ്പ് എടുത്ത് ഞാൻ അതിലെല്ലാം ഒട്ടിച്ച് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചിട്ടപ്പോൾ മാപ്പ് റെഡി. ടീച്ചറിന് അതിശയമായി. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ നന്നായാൽ ഈ ലോകം മുഴുവൻ നന്നാകും. ഓരോ മനുഷ്യനും നേരെയായാൽ തൻ്റെ കുടുംബം, തൻ്റെ നാട്, താൻ വസിക്കുന്ന രാജ്യം ഒക്കെ എല്ലാം നേരെയാകും എന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെയും ഒരു കുട്ടിയാണ് ബഹളത്തിന് കാരണക്കാരൻ. അവനൊന്ന് നന്നായാൽ അവൻ്റെ ക്ലാസ്സിൽ റൂം അത്രയും അനുഗ്രഹമായിരിക്കും, അല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ക്ലാസ്സും, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനവും, ഞാൻ വസിക്കുന്ന എൻ്റെ നാടും, ഞാൻ വസിക്കുന്ന എൻ്റെ ലോകവും നന്നാകണമെങ്കിൽ, നല്ലതാകണമെങ്കിൽ, നേരെയാകണമെങ്കിൽ ഞാനെന്ന ഓരോരുത്തരും നേരെയാകണം എന്നുള്ളതാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും നന്നായി വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെയും ഇഷ്ടം. യേശുപ്പച്ചൻ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. യേശുപ്പച്ചൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന. പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ഒത്തൊരുമയോടിരിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം സഹായിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് നല്ല ഒരു ജീവിതം ഇങ്ങനെ കെട്ടി ഉയർത്താനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും
നല്ല കൂട്ടുകാരായിട്ടിരിക്കട്ടെ, നല്ല അനുഗ്രഹമുള്ള മക്കളായിരിക്കട്ടെ. നാം വസിക്കുന്ന നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്കൂള്, നമ്മുടെ ജീവിതം, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. അങ്ങനെ വളരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അയ്യോ, ഒരു കാര്യം മറന്നു. ഇന്നും ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വചനം തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ഏത് പുസ്തകം, ഏത് അധ്യായം, എത്രാമത്തെ വാക്യമെന്ന് കണ്ടുപിടിച്ചെഴുതൂ. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാണും. അതുവരെ ബൈ ബൈ, ടാറ്റാ. ഓക്കേ.